അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഉത്തമന്മാരായിരിക്കണം, ഉത്കൃഷ്ടതയുള്ളവരായിരിക്കണം. അടുത്ത് അതുകൊണ്ട് യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നീ മടങ്ങി വന്നാൽ ഇവിടേക്ക് നമ്മൾ വചനം വായിക്കുമ്പോൾ നമ്മുടെ നീതി പ്രവൃത്തി അല്ല വെളിപ്പെട്ട് വരുന്ന ഓർക്കണം. ഇവിടെ എല്ലാം വചനം വായിക്കുമ്പോൾ നമ്മുടെ പാപം വെളിപ്പെട്ട് വരിക. ഇതിന്റെ അർത്ഥം എന്താണ്? ഈ വചനത്തിൽ കൂടെ പരിശുദ്ധാത്മ ഉലാവിക്കൊണ്ടിരിക്കുക, ഈ വചനങ്ങളിൽ കൂടെ പരിശുദ്ധാത്മ ഇടപെട്ടുകൊണ്ടിരിക്കുക. അതുകൊണ്ട് കേട്ടിങ്ങനെ മെഴിച്ചിരിക്കല്ല വേണ്ടത്. ഇത് കേൾക്കെ അഭിഷേകത്തിൽ നിറയണം, അന്യഭാഷയിൽ സംസാരിക്കണം, അന്യഭാഷയിൽ ഈ വചനത്തിന്റെ സംബന്ധമായി വെളിപ്പെട്ടിരിക്കുന്ന ഭാവങ്ങൾ അന്യഭാഷയിൽ ഏറ്റുപറയണം. അതാണ് അനുതാപം ഇല്ലാത്തവർ അന്യഭാഷ പറയുന്നത് വിലക്കുന്നത്. അനുതാപം ഇല്ലാത്തവർ അന്യഭാഷ പറയുന്നത് വിലക്കതുകൊണ്ടാ. ഇവിടെ ആര് വിലക്കുന്നു? അന്യഭാഷ പറയുന്നത് എവിടെ വിലക്കുന്നു? ഏത് കൂട്ടായ്മ വിലക്കുന്നു? പക്ഷെ വിലക്കേ പറ്റൂ. അനുതാപം ഉള്ളവരെയും അനുതാപം ഇല്ലാത്തവരെയും തിരിച്ചറിയണം ശുശ്രൂഷകൻ. അനുതാപം ഇല്ലാത്തവർക്ക് അന്യഭാഷ പറയാൻ അനുവാദമില്ല. അനുതാപം ഇല്ലാത്തവർക്ക് ബൈബിൾ വായിക്കുമ്പോൾ അനുവാദമില്ല. സ്വയം ന്യായീകരിക്കാൻ വേണ്ടി ആകരുത് ബൈബിൾ വായന. സ്വന്തം തെറ്റ് ഗ്രഹിക്കാൻ വേണ്ടി ആയിരിക്കണം ബൈബിൾ വായന. സ്വന്തങ്ങളെ പോലെ ഓർക്കാൻ വേണ്ടി ആയിരിക്കണം ബൈബിൾ വായന. അടുത്തവന്റെ കണ്ണിലെ കരട് ഓർക്കാനല്ല ബൈബിൾ വായിക്കേണ്ടത്, സ്വന്തങ്ങളെ പോലെ ഓർക്കാൻ വേണ്ടി ആയിരിക്കണം. പ്രസംഗിക്കാൻ വേണ്ടി ആയിരിക്കണം ബൈബിൾ വായിക്കുന്നത്, ജീവിക്കാൻ വേണ്ടി ആയിരിക്കണം. സ്തോത്രം. ജീവിക്കാൻ കഴിയുന്നില്ലയോ? നീ കർത്താവിനോട് പറ, കർത്താവ് കൃപയിൽ ജീവിക്കാൻ. സ്തോത്രം, സ്തോത്രം. ഇവിടെയൊക്കെ നമ്മൾ കർക്കശമായി മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യങ്ങൾ ഇതല്ല, അടിസ്ഥാനപരമായി അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. സ്തോത്രം. ഇത് ഗ്രഹിച്ച് മനസ്സിലാക്കാൻ വലിയ പാടൊന്നുള്ള കാര്യമില്ല. കേൾക്കാൻ മനസ്സുണ്ടോ മനസ്സിലാവും, ഗ്രഹിക്കാനും സാധിക്കും. നീ മടങ്ങി വന്നാൽ ഞാൻ നിന്നെ എന്റെ മുൻപാകെ നിൽക്കുവാൻ തക്കവണ്ണം വീണ്ടും കൈക്കൊള്ളും. നീ അധമമായത് അധമം പറഞ്ഞാൽ ഭൗമികമായത് അതിനെ ഒഴിച്ചു മാറ്റിയിട്ട് ഉത്തമമായത് പ്രസ്താവിക്കണം. ഉത്തമമായത് എന്താണ്? ഉത്തമമായത് ദൈവഭക്തൻ തെളിയിക്കുന്നു. 119 സങ്കീർത്തനം 72 വാക്യം തെളിയിക്കുന്നു. 71 വാക്യം വായിക്കുന്നു. അങ്ങനെ ചട്ടങ്ങളെ പഠിക്കുവാൻ തക്കവണ്ണം ഞാൻ കഷ്ടതയിലായതിന് ഗുണമായി ചട്ടം പഠിച്ചപ്പോൾ മനസ്സിലായി എന്താണ്? 1000 പൊന്ന് വെള്ളി നാണയത്തെക്കാൾ അങ്ങനെ വായിൽ നിന്നുള്ള ന്യായപ്രമാണം എനിക്ക് ഉത്തമം. എന്താണ് ഉത്തമം? ന്യായപ്രമാണം. ഈ ഉത്തമത്തെയാണ് ഇന്നത്തെ ക്രിസ്ത്യാനികൾ മറിച്ച് കളയുന്നത്, തള്ളിക്കളയുന്നത്. സ്തോത്രം. അതിനെ ഉദാസീനമായി കാണുന്നത്, അതിനെ അയച്ചു കളയുന്നത്. സ്തോത്രം. ന്യായപ്രമാണ രഹിതമായ സുവിശേഷം ഉത്തമമല്ല, അത് വ്യാജ സുവിശേഷമാണ്. ന്യായപ്രമാണത്തോട് കൂടെയുള്ള സുവിശേഷമാണ് ഉത്തമം. അപ്പൊ ദൈവത്തിന്റെ ന്യായപ്രമാണം അധമമല്ല, ദൈവത്തിന്റെ ന്യായപ്രമാണം അക്ഷരമല്ല, ദൈവത്തിന്റെ ന്യായപ്രമാണം അവൻ പ്രാകൃതമല്ല, ദൈവത്തിന്റെ ന്യായപ്രമാണം നിഴലുമല്ല. സ്തോത്രം. പിന്നെ രൂപരേഖയായിട്ടാണ് നിഴലെന്ന് പറയാം, അത്രയേ ഉള്ളൂ. ദൈവത്തിന്റെ ന്യായപ്രമാണം നിഴൽ അല്ല. കരങ്ങളെങ്ങോട്ട് സ്തുതിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കാരണം ദൈവത്തിന്റെ ന്യായപ്രമാണത്തിന്റെ അകത്തെ ക്രിസ്തു വസിക്കുക. ദൈവത്തിന്റെ ന്യായപ്രമാണത്തിന്റെ ഉള്ളിൽ ക്രിസ്തു വസിക്കുക. പിന്നെ എങ്ങനെ നിഴലാവും? അത് ഗ്രഹിച്ച് മനസ്സിലാക്കാൻ പറ്റാത്തവർക്ക് നിഴലായിരിക്കാം, പക്ഷെ ഗ്രഹിച്ച് വരുന്നവർക്ക് നിഴലല്ല, ന്യായപ്രമാണത്തിന്റെ നിഴലല്ല. ന്യായപ്രമാണം അക്ഷരവുമല്ല, ന്യായപ്രമാണം ആത്മീയമാണ്, ന്യായപ്രമാണം നിർമ്മലമാണ്, അത് തികവുള്ളതാണ്, കുറവുള്ളതല്ല. അതുകൊണ്ട് ന്യായപ്രമാണം അധമമല്ല, ന്യായപ്രമാണം ഉത്തമമാണ്. ഉത്തമമാകുന്ന ന്യായപ്രമാണത്തെ ഉത്സാഹമില്ലാതാക്കി
ഇതെല്ലാം നമ്മൾ വളരെ വളരെ അടിസ്ഥാനപരമായി ഗ്രഹിച്ചറിയേണ്ട കാര്യങ്ങളാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് അധമമായത് ഒഴിച്ച് ഉത്തമമായത് പ്രസ്താവിച്ചാൽ നീ എന്റെ വായ് പോലെയാകും. സങ്കീർത്തനത്തിൽ പറയുന്നത് അവനെ അങ്ങനെ ചട്ടങ്ങളെ പഠിപ്പാൻ തക്കവണ്ണം ഞാൻ കഷ്ടത്തിലായിരുന്നത്. അതാണ് മുൻനിർണയ പ്രകാരം വിളിക്കപ്പെട്ടവർക്കെല്ലാം നന്മയ്ക്കായിരിക്കും. ആ കഷ്ടം വന്നാലും ദുഃഖം വന്നാലും രോഗം വന്നാലും ദുരിതം വന്നാലും അത് കടഭാരം വന്നാലും എന്ത് വന്നാലും അവർക്ക് നന്മയാണ്. സ്വതന്ത്രം ആ തീച്ചുകളിൽ കൂടെ പൊന്നുപോലെ പുറത്തെടുക്കാൻ വേണ്ടിയാ. പക്ഷെ ദൈവദിനത്തോട് കൂറ് കാണിക്കണം. സ്വതന്ത്രം സ്തോത്രം. അതുകൊണ്ട് അധമമായത് ഒഴിച്ച് ഉത്തമമായി പ്രസ്താവിച്ചാൽ നീ എന്റെ വായ് പോലെയാകും എന്ന് പറഞ്ഞാൽ പിന്നെ നീ അല്ല സംസാരിക്കുന്നത്. സ്വതന്ത്രം നിന്റെ വായിൽക്കൂടെ പുറപ്പെടുന്നത് ഭൗമികമല്ലായിരിക്കും. നിന്റെ വായിൽക്കൂടെ പുറപ്പെടുന്ന ദൈവത്തിന്റെ വചനമായിരിക്കും. അത് തീ പോലെ, അത് പാറയിൽ പോലെയായിരിക്കും. അത് പുറപ്പെടുന്നു. ഒഴിച്ച് ഉത്തമമായി പ്രസ്താവിച്ച രണ്ടും കൂടെ അല്ല, അഥവാ ഉത്തമയുടെ കലർത്തിയല്ല. അഥവാ അത് മാറ്റിവെക്കണം, ഭൗമികം മാറ്റിവെക്കണം. ആത്മീയ ഉപദേശങ്ങളെ ഒരു മനുഷ്യനെ ആത്മീയ ചിന്തയിലേക്ക് വളർത്തിക്കൊണ്ട് വരേണ്ട കാര്യങ്ങൾ ഉപദേശിക്കണം. പ്രസ്താവിച്ച നിന്റെ വായ് പോലെയാകും. അവർ നിന്റെ പക്ഷം തിരിയും. നീ അവരുടെ പക്ഷം തിരിയില്ല. ഇനി അവർ നിന്റെ പക്ഷം തിരിഞ്ഞില്ലെങ്കിൽ കുഴപ്പമില്ല, നീ ദൈവത്തിന്റെ പക്ഷം നിന്നാ മതി. ഹല്ലേലൂയ. അവർ നിന്റെ പക്ഷം തിരിയണമെന്ന് നീ വ്യാകുലപ്പെടേണ്ട കാര്യമില്ല. അവർക്ക് മനസ്സാണെങ്കിൽ തിരിയും. അവർക്ക് മനസ്സിലാക്കി തിരിയണ്ട, അവരവരവഴിക്ക് പോട്ടെ. വെളിപ്പെടുത്തി കൊടുക്കേണ്ട കാര്യങ്ങൾ പ്രകാശിപ്പിച്ചു കൊടുക്കണം, വെളിപ്പെടുത്തി കൊടുക്കണം, ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യണം. അത് വേണ്ടെന്നല്ല പറയുന്നത്. പക്ഷെ അവർ മടങ്ങി വരാത്തവർ നിരാശപ്പെടേണ്ട കാര്യമില്ല. സ്വതന്ത്രം അവരുടെ പ്രവർത്തന ഫലം അവർക്ക് കിട്ടും. നമുക്കെന്നാ രക്ഷിക്കട്ടെ, രക്ഷിച്ചിട്ട് പറഞ്ഞു അറിയാൻ രക്ഷിക്കാൻ പറ്റുമോ? ഉപദേശിക്കാനേ പറ്റുള്ളൂ, മാതൃക കാണിച്ചു കൊടുക്കാനേ പറ്റുള്ളൂ. എന്നെ പറഞ്ഞു ചെയ്യാൻ പറ്റുമെന്നില്ല. മനസ്സില്ലാത്തവർ രക്ഷിക്കാൻ ദൈവം തയ്യാറല്ല. മനസ്സുണ്ടോ? മനസ്സുണ്ടോ? സൗഖ്യമാകാൻ മടങ്ങിയ മനസ്സുണ്ടോ? മനസ്സെന്നവിടെ മനസ്സുണ്ടോ? കുറ്റം ഏറ്റു പറഞ്ഞ് അനുഭവിക്കാൻ മനസ്സുണ്ടോ? മനസ്സുണ്ടോ? രക്ഷയും. മനസ്സില്ല രക്ഷയില്ല. ആരും പിടിമുറുക്കണ്ട രക്ഷിക്കാൻ, ആരെയും രക്ഷിക്കാൻ വേണ്ടി. ഇവരൊക്കെ ദൈവത്തെ വിട്ടു പോകേണ്ടി വരും, ദൈവത്തോട് കോപിക്കേണ്ടി വരും, ദൈവദാസന്മാരോട് കോപിക്കേണ്ടി വരും, ദൈവദാസന്മാരോട് ഇടറേണ്ടി വരും. ദൈവത്തിന് ദാസൻ ദൈവത്തെ ഒരിക്കലും പേരോട് വിളിക്കില്ല. ദാസൻ യജമാനെ പേരോട് വിളിക്കും. ദൈവത്തിന് ദാസന്മാരെന്ന് പറഞ്ഞ് കിടക്കുന്നവരെല്ലാം എന്ത് ചെയ്യുന്നു? ദൈവത്തെ എന്നിട്ട് വല്ല എന്താവുണ്ടോ? അല്ല കുറ്റബോധമുണ്ടോ? അപ്പൊ ഇവർക്ക് ദാസന്മാരാണോ? ദാസൻ എപ്പോഴും യജമാനെ വിളിക്കുള്ളൂ, ദാസനാണെങ്കിൽ. ഹല്ലേലൂയ. അപ്പൊ വാക്കുകളാൽ നമ്മൾ തിരിച്ചറിയണം. ഇവരെന്ത് പറയുന്നു, എന്ത് ചെയ്യുന്നു, എന്ത് വിളിക്കുന്നു, എങ്ങനെ വിളിക്കുന്നു എന്നൊക്കെ. സ്തോത്രം. ദൈവത്തെ എങ്ങനെ വിളിക്കണം, ഏത് വിധത്തിൽ വിളിക്കണം എഴുതി വെച്ചിട്ടുണ്ട്. ആ വിധം നമ്മൾ ഗ്രഹിച്ചറിയണം. ഗ്രഹിച്ചറിയും തോറമേ നമ്മൾ സ്വതന്ത്രരാകുന്നു. അല്ലാത്തടത്തോളം നമ്മൾ ബന്ധനസ്ഥരാണ്, ബന്ധിക്കപ്പെട്ടവരാണ്. റോമലേഖനത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ എന്നാൽ നിങ്ങൾ പാപത്തിന്റെ ദാസന്മാരായിരുന്നു എങ്കിലും നമ്മെ പഠിപ്പിച്ച ഉപദേശരൂപത്തെ, നമ്മെ ഓരോരുത്തരെയും പഠിപ്പിക്കുന്ന ഉപദേശരൂപത്തെ ഹൃദയപൂർവ്വം അനുസരിച്ച് പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിച്ചു. കേൾക്കുന്നുണ്ടോ? ചുമ്മാ വിശ്വസിച്ച പാപത്തിന് സ്വാതന്ത്ര്യം കിട്ടില്ല. അനുസരിക്കണം, വിശ്വസിക്കണം, അനുസരിക്കണം. വിശ്വാസത്തോടു കൂടിയുള്ള അനുസരണം, അനുസരണത്തോടു കൂടിയുള്ള വിശ്വാസം, എന്നാലും പാപത്തിന് സ്വാതന്ത്ര്യം കിട്ടും. ആൾക്കാർ പറയുന്നത് വിശ്വസിച്ചാൽ മതി എന്നാ. വിശ്വസിച്ച് അങ്ങനെ സ്വാതന്ത്ര്യം കിട്ടുമെങ്കിൽ പൗലോസ് അപ്പോസ്തലൻ രേഖപ്പെടുത്തിയിരിക്കുന്നത് ദുരുപദേശം, തെറ്റോ? ഏതാണ് ഇന്നുള്ളവരെ പ്രസംഗിച്ച് പൈസ വാങ്ങിക്കുന്ന തെറ്റോ? ഇന്ത്യക്ക് എഴുതി തെറ്റോ? ഇത് തിരിച്ചറിവ് പഠിപ്പിക്കുന്നവരെ
ആ പഠിപ്പിക്കുന്നവനെ ആദരിക്കേണ്ടതിന് പകരം ഇത് പഠിപ്പിക്കാത്തവരെ ആദരിച്ചാൽ എന്തായി മാറും? ഇത് വീട്ടിനകത്തായാലും അങ്ങനെ തന്നെ. ഇത് പഠിപ്പിക്കുന്നവരെ ആദരിക്കണം. സ്തോത്രം. സ്തോത്രം. കാരണം ദൈവത്തിന്റെ പ്രതിപുരുഷനാ, ദൈവത്തിന്റെ പ്രതിനിധിയാ, ദൈവത്തിന്റെ അംബാസിഡറാ. ഹല്ലേലൂയ. അവർക്ക് കൊടുക്കേണ്ട ആദരവ് കൊടുക്കുന്ന അവർക്കല്ല, ദൈവത്തിന്. പക്ഷെ ദൈവത്തിന് നേരിട്ട് ആദരവ് കൊടുക്കാനും കഴിയില്ല. കാണപ്പെട്ട ദൈവമാണ് ശുശ്രൂഷകൻ. ഹല്ലേലൂയ. എല്ലാ ശുശ്രൂഷകളെ കുറിച്ചല്ല പറയുന്നത്, ഉപദേശം പഠിപ്പിക്കുന്നവരെ കുറിച്ചാ. ആര് ഉപദേശം പഠിപ്പിക്കുന്നവരെ കുറിച്ചാ. സ്തോത്രം. അവരുടെ കേൾക്കാൻ ദൈവം അനുവദിച്ചിട്ടില്ല. അവരുടെ കേൾക്കുന്നവരോട് ദൈവം ക്ഷമിക്കില്ല. പുറപ്പാട് 24-23 അധ്യായം 20 വാക്യം ചേർത്ത് വായിക്കുമ്പോൾ ഇതാ വഴിയിൽ നമ്മെ കാക്കേണ്ടതിന് കർത്താവ് നിയമിച്ചിരിക്കുന്ന സ്ഥലത്തിലേക്ക് നമ്മെ കൊണ്ടുപോകേണ്ടതിനും കർത്താവ് ഒരു ദൂതനെ നമുക്ക് മുമ്പായി അയക്കുന്നു. അല്ല, ദൈവം വന്ന് കൊണ്ടുപോകുന്നില്ല, ദൂതൻ മുഖാന്തരം കൊണ്ടുപോകുന്നു. ഒരു ദൂതനെ നിനക്ക് മുൻപായി അയക്കുന്നു. നാം ദൂതനെ ശ്രദ്ധിച്ച് ദൂതന്റെ വാക്ക് കേട്ടനുസരിക്കണം. ദൂതനോട് വിഘടിക്കരുത്. ദൂതൻ നമ്മുടെ അതിക്രമത്തെ ക്ഷമിക്കില്ല. വിഘടിച്ചാൽ ക്ഷമിക്കില്ല, ഏറ്റുപറഞ്ഞ ക്ഷമിക്കും. ഇവിടെ ആരും ഏറ്റുപറഞ്ഞിരിക്കുന്നു, അനുഭവിക്കാൻ ആരിയിരിക്കുന്നു, ഏറ്റുപറഞ്ഞ ആരിയിരിക്കുന്നു. അപ്പൊ കേൾക്കാം, ദൂതൻ ആരാണ്? ദൂതൻ ദൈവത്തിന്റെ പുരോഹിതൻ. ദൂതൻ ആരാണ്? ഉപദേശം പഠിപ്പിക്കുന്നവൻ ദൂതനാണ്. അവനോട് വിഘടിക്കരുത്. വിഘടിച്ച് അവൻ ക്ഷമിക്കില്ല. എനിക്ക് ക്ഷമിക്കാൻ പറ്റുമോ? എന്നോട് വിഘടിക്കുന്നവരോട് എനിക്ക് ക്ഷമിക്കാൻ പറ്റുമോ? അനേകര് പറയുന്നത് ക്ഷമിച്ചോട് എനിക്ക് ക്ഷമിക്കാൻ പറ്റില്ല. അത് ദൈവത്തിന്റെ നിയോഗമാണ്, ദൈവത്തിന്റെ ഓർഡറാണ്. അത് ക്ഷമിക്കാൻ പാടില്ല. ഇതിന്റെ മറുഭാഗമാണ് യോഹന്നാൻ സുവിശേഷം 20 അധ്യായത്തിലല്ലേ? ആരുടെ പാപങ്ങൾ നിങ്ങൾ ക്ഷമിക്കുന്നുവോ അവർക്ക് ക്ഷമിച്ചിരിക്കും. ആരുടെ പാപങ്ങൾ ക്ഷമിക്കാതിരിക്കുന്നുവോ നിർത്തുന്നുവോ അവർക്ക് നിലനിൽക്കും, ക്ഷമിക്കില്ല. അപ്പൊ അനുഭവിച്ച് ഏറ്റു പറയുന്നവർക്ക് ക്ഷമിച്ചു കൊടുക്കും, അനുഭവിച്ച് ഏറ്റു പറയാത്തവർക്ക് പാപങ്ങൾ നിലനിൽക്കും. ആരുടെ പാപങ്ങൾ നിങ്ങൾ മോചിക്കുന്നുവോ? സ്തോത്രം. അപ്പോൾ ഉപദേശം പഠിപ്പിക്കുന്നവർക്ക് പാപം മോചിക്കേണ്ട, മോചിച്ചു കൊടുക്കേണ്ട അനുവാദമുണ്ട്. പാപമോചന ചീട്ട് സാമ്പത്തികം ഉണ്ടാക്കാനല്ല, പാപം ക്ഷമിച്ചു കൊടുക്കേണ്ട അനുവാദമുണ്ട്. ഉപദേശിച്ചാൽ ക്ഷമിച്ചില്ല, ദൈവം ക്ഷമിക്കുന്നു വിചാരിക്കണ്ട. വ്യവസ്ഥകൾ നമ്മൾ തിരിച്ചറിയണം, ഗ്രഹിച്ചറിയണം. സ്തോത്രം. സ്തോത്രം. ദൈവത്തെ സ്തുതിക്കുക. ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്തോത്രം. കാരണം മുഖപക്ഷം നോക്കി ഉപദേശിച്ച ആരോട് ക്ഷമിക്കില്ല, വീടിനകത്താരും ക്ഷമിക്കില്ല, പുറത്താരും ക്ഷമിക്കില്ല. അവരോട് ഉപദേശിച്ചത് അവൻ ദൈവത്തിന്റെ പക്ഷം പിടിക്കുന്നവന്, അവൻ വേറെ ആരും പക്ഷം പിടിക്കില്ല. ചില വിട്ടുവീഴ്ച ചെയ്യാതിരിക്കും, അത് മുറുകെ പിടിക്കാൻ വേണ്ടിയാണ് വിട്ടുവീഴ്ച ചെയ്യുന്നത്. സ്തോത്രം. എത്രത്തോളം ഗ്രഹിക്കാൻ സാധിക്കുന്ന അറിയില്ല. ഗ്രഹിക്കണം. അഥവാ സാധിക്കുന്നില്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടവരോടോ അല്ലെങ്കിൽ അർഹതപ്പെട്ടവരോടോ ചോദിക്കണം. മനസ്സിൽ വെച്ച് നടക്കരുത്. ഇതുമായി ബന്ധമില്ലാത്തവരോട് ഇതിനെക്കുറിച്ച് ഒന്നും ചോദിക്കരുത്. അവർക്കൊന്നും മനസ്സിലാവില്ല. പറഞ്ഞുതരാം. കാരണം യേശുക്രിസ്തു പറഞ്ഞത് ശിഷ്യന്മാർക്ക് പലപ്പോഴും മനസ്സിലായില്ല. അതുകൊണ്ട് എന്ത് ചെയ്തു? യേശുക്രിസ്തു തനിച്ചിരിക്കുമ്പോൾ ശിഷ്യന്മാർ കർത്താവിന്റെ അടുക്കൽ പോയി ചോദിക്കുക. അതാണ് ശിഷ്യന്മാരുടെ പ്രത്യേകത. ഹല്ലേലൂയ. അപ്പൊ എന്ത് പറയുമ്പോൾ പഠിപ്പിക്കുക. ആര് പഠിപ്പിക്കുന്നു? പഠിപ്പിക്കുന്നവരോട് ചോദിച്ചാലും പിന്നെ തിരുത്തി കിട്ടുള്ളൂ. വേറെ വ്യക്തിയോട് പോയി ചോദിച്ചാൽ അവർക്കൊന്നും അറിയില്ല. അതുകൊണ്ട് ദൂതനോട് വിഘടിക്കരുത്. ദൂതനോട് വിഘടിച്ചത് ദൂതൻ ക്ഷമിക്കില്ല. സാഷ്ടാംഗ വീട് കുറ്റം സംബന്ധിച്ച മാത്രമേ ക്ഷമയുള്ളൂ. സ്തോത്രം. അഹങ്കരിക്കുന്നതോറും ബന്ധനം കുറവിക്കൊണ്ടിരിക്കും. ഹല്ലേലൂയ. അത്രത്തോളം താഴെ വീഴേണ്ടി വരും. ഇത് ആവശ്യമുണ്ടോ? ആദ്യമേ താഴെ വീണാൽ പോരെ. അത് പറഞ്ഞിരിക്കുന്ന സൂര്യ അസ്തമിക്കുന്നതിന് മുമ്പ് ചെയ്യണമെന്നാ. സൂര്യൻ അന്നത്തെ സൂര്യ അസ്തമിക്കുന്നതിന് മുമ്പേ ചെയ്തിരിക്കണം. ആ സഹോദരങ്ങൾ തമ്മിലാലോചന തന്നെ. അന്നന്ന് ചെയ്യുന്ന അന്നുള്ള ദോഷം അന്നന്ന് മതി. അന്നുള്ള ദോഷം നടന്നേ വെച്ചിരിക്കരുത്.
അന്നുള്ള ദോഷം അന്നൊന്ന് പരിഹരിക്കണം. കാരണം രാത്രിയിലാണ് അസ്തമിച്ചു പോണ എന്ത് ചെയ്യും? രാത്രിയിലാണ് ദേഹവിയോഗം നടന്നാൽ എന്ത് ചെയ്യും? പറ. സ്തോത്രം, സ്തോത്രം. അതൊരു ദൈവനാമത്തിന് വിരോധമായി ആരോട് ശബ്ദിച്ചോ അവർ ഏറ്റു പറഞ്ഞേ പറ്റത്തുള്ളൂ. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ സ്വാതന്ത്ര്യം എത്തുന്ന കാര്യങ്ങളാണ് കേട്ടോ. ചുമ്മാ സ്വാതന്ത്ര്യം എന്താ പിടിച്ചോ എന്നൊന്നും കിട്ടില്ല. നമ്മൾ ചെയ്യേണ്ട കാര്യം ചെയ്യുമ്പോൾ, പറയേണ്ട കാര്യം പറയുമ്പോൾ, അറിയേണ്ട കാര്യം അറിയുമ്പോൾ മാത്രമേ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടൂ. അത് അറിയുന്ന കാര്യത്തിൽ മാത്രമാണ്. അറിയാത്ത കാര്യം പിന്നെ ബന്ധനമാണ്. ആരുടെ പാപങ്ങൾ നിങ്ങൾ മോചിക്കുന്നുവോ അവർക്ക് മോചിക്കപ്പെട്ടിരിക്കും. ആരുടെ പാപങ്ങൾ നിർത്തുന്നുവോ നിങ്ങൾ നിർത്തുന്നുവോ അവർക്ക് നിർക്കും. സ്വർഗത്തിൽ ഭൂമിയിൽ അഴിക്കപ്പെടുന്ന സ്വർഗത്തിൽ അഴിക്കപ്പെടും. ഭൂമിയിൽ കെട്ടുന്ന സ്വർഗത്തിലും കെട്ടപ്പെടും. ആരുടെ പാപം നിങ്ങൾ കെട്ടിപ്പറ്റിക്കുന്നു ആ സ്വർഗം ബന്ധപ്പെട്ടിരിക്കും. മാനസാന്തരപ്പെടാത്തവരുടെ പാപം ക്ഷമിച്ചുകൊണ്ട് കരോധം കിട്ടും. ഉണ്ടോ? ഇല്ല. അവരുടെ പാപം ബന്ധിച്ച് സഞ്ചിയിലാക്കേണ്ട അനുവാദമേ ഉള്ളൂ. യോബിന്റെ പുസ്തകത്തിൽ പറയുന്നത് പാപം എന്ത് ചെയ്തു? സഞ്ചിയിലാക്കി കെട്ടിപ്പറ്റിക്കും. എന്റെ ഭാര്യ ഭർത്താവിനോടായാലും ഭർത്താവ് ഭാര്യയോട് കുറ്റം ചെയ്തോ ഏറ്റു പറഞ്ഞാൽ പറ്റൂ. മക്കൾ മാതാപിതാക്കളോടായാലും മാതാപിതാക്കൾ മക്കളോടായാലും ദൈവനാമത്തിന് വിരോധമായി ചെയ്തിട്ടുണ്ടോ ഏറ്റു പറഞ്ഞാൽ പറ്റൂ. അവിടെ ഒരു ദാക്ഷിണ്യമില്ല. മക്കളാണ്, അമ്മയാണ്, അല്ലെങ്കിൽ അപ്പനാണ്, അല്ലെങ്കിൽ ഭാര്യയാണ്, ഭർത്താവ്, അവിടെ ഒരു മുഖവശവും ഇല്ല. ഏറ്റു പറഞ്ഞേ പറ്റത്തുള്ളൂ. ദൈവപക്ഷത്തിന് വിരോധമായി ആര് എന്ത് ചെയ്തോ ദൈവപക്ഷത്തിന് വിരോധമായി ചെയ്തവർ ദൈവപക്ഷത്ത് നിൽക്കാൻ മനസ്സുള്ളവരോട് ഏറ്റു പറഞ്ഞേ പറ്റത്തുള്ളൂ. അല്ലാതെ ക്രിസ്ത്യൻ ജീവിതം എന്ന് പറഞ്ഞാൽ അലങ്കോല ജീവിതമൊന്നുമല്ല. കർക്കശമായ സ്തോത്രം റെയിൽവേ പോലെയാ. സ്തോത്രം. ആ ചിട്ടകൾ നമ്മൾ ഗ്രഹിച്ചറിയണം. സാധിക്കുന്നില്ലേ? കർത്താവിന്റെ അപേക്ഷയിലെ കർത്താവ് സഹായം. സ്തോത്രം. അതിക്രമങ്ങളെ ക്ഷമിക്കുകയില്ല. കർത്താവിന്റെ നാമം ദൂതനിലുണ്ട്. എന്നാൽ നാം ദൂതന്റെ വാക്ക് ശ്രദ്ധയോടെ കേട്ട്, അതുകൊണ്ട് ദൈവത്തിന്റെ ദൂതന്റെ വാക്ക് ശ്രദ്ധയോടെ കേട്ട് കർത്താവ് കൽപ്പിക്കുന്നതൊക്കെയും ചെയ്താൽ, ദൂതൻ കൽപ്പിക്കുന്ന കർത്താവ് ദൂതൻ മുഖേന കൽപ്പിക്കുന്നതൊക്കെയും ചെയ്താൽ നമ്മെ പകയ്ക്കുന്നവരെ കർത്താവ് പകയ്ക്കും. നമ്മെ ഞെരുക്കുന്നവരെ കർത്താവ് ഞെരുക്കുന്നവരെ എന്തൊരു സാമ്പത്തികത്തിന് ഞെരുക്കുന്നല്ല. സ്വന്തം ദൈവത്തിന്റെ വചനം അവർക്ക് ലഭിക്കില്ല. ലോകത്തിന്റെ ചിന്തകൾ കൊണ്ട് അവരുടെ ഹൃദയം ഞെരുങ്ങും. ധനത്തിന്റെ വഞ്ചന കൊണ്ട് അവരുടെ ഹൃദയം ഞെരുങ്ങും. മറ്റ് പല വിഷയ മോഹങ്ങൾ കൊണ്ടാണ് ചിന്താമണ്ഡലം ഞെരുങ്ങും. അതിന് ചിന്തിക്കാൻ കഴിയില്ല, അതിന് ധ്യാനിക്കാൻ കഴിയില്ല. ദൈവവചനത്തിന് പ്രാധാന്യം കൊടുക്കുന്നവരെ പകച്ചാലുള്ള കാര്യമാണ്. ദൈവവചനത്തിന് പ്രാധാന്യം കൊടുക്കുന്നവരെ പകച്ച എത്രയോ പേര് ഈ ഞെരുക്കത്തിൽ അകപ്പെട്ടിരിക്കുന്നു എന്നുള്ള കാര്യം എനിക്കറിയാം. എന്റെ അനുഭവത്തിനറിയാം. അവരെന്നെ കോപിച്ചിട്ടോ, ദേഷ്യപ്പെട്ടിട്ടോ, അഹങ്കരിച്ചിട്ടോ, ചാവൂന്ന് പറഞ്ഞിട്ടോ, അല്ലെങ്കിൽ എന്തൊക്കെ പറഞ്ഞാലും ഒരു ഗുണമില്ല. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. എന്റെ ദൂതൻ നിനക്ക് മുൻപായി നടന്ന് നിന്നെ അമോര്യർ, ഹിത്യർ, ഫെലിസ്ത്യർ, കനാന്യർ, ഹിവ്യർ, യെബൂസ്യർ എന്നിവരുടെ ദേശത്തിലേക്ക് കൊണ്ടുപോകും. ഈ ഇതെല്ലാം ജാതികളാണ്. ഈ ജാതി സ്വഭാവത്തെ എല്ലാം നശിപ്പിക്കാൻ വേണ്ടി കൊണ്ടുപോകുന്നത്. ഹല്ലേലൂയ. ജാതി സ്വഭാവങ്ങൾ നശിപ്പിക്കാൻ വേണ്ടി കൊണ്ടുപോകുന്നത്. ഈ സ്വഭാവം നമ്മൾ തന്നെ ഇരുന്നാലോ നമ്മളെ കൊണ്ടുപോകും. അതുകൊണ്ടാണ് ജാതികളെ പോലെ ജൽപ്പനം ചെയ്യരുത്. ജാതികളെ പോലെ ജൽപ്പനം ചെയ്യരുത്. അവരെന്താ ജൽപ്പനം ചെയ്യുന്നത്? ഈ ലോകത്തിലെ നന്മകൾക്ക് ഒത്താവണം. അതേപോലെ ക്രിസ്ത്യാനികൾ ജൽപ്പനം ചെയ്യരുത്. യേശുക്രിസ്തു വിലക്കിയിട്ടുള്ള കാര്യം. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ
കടഭക്തിക്കാരെ പോലെ ആകരുത്. ജാതികളെ പോലെ ജൽപ്പനം ചെയ്യരുത്. അധികമായ വാക്കുകൾ പറഞ്ഞ് പ്രാർത്ഥിച്ചാൽ അവ ഫലം കിട്ടുമെന്ന് പറഞ്ഞ് ഉരുവേറ്റ് 101 പ്രാവശ്യം 51 പ്രാവശ്യം ഉരുവേറ്റ് പ്രാർത്ഥിക്കരുത്. അതൊക്കെ മന്ത്രവാദമാണ്. സ്തോത്രം, സ്തോത്രം. ദൈവത്തോട് പറയേണ്ട കാര്യം ഒരു വാക്ക് മതി. ഉവ്വ് ഇല്ല ഇല്ല. ഇത് ദൈവം ഇങ്ങോട്ട് പറയുന്ന കാര്യം കേട്ടനുസരിപ്പാൻ നമ്മൾ ബാധ്യസ്ഥരാണ്, കീഴ്പ്പെടണം. എന്നാൽ നമ്മൾ അങ്ങോട്ട് ഒന്നും പറയണ്ട. നമുക്ക് എന്ത് ആവശ്യമാണോ കർത്താവ് അറിയുന്നു. ബോധ്യ ആവശ്യമല്ലേ, ലോകത്തിന്റെ ആവശ്യമല്ലേ, ബാക്കി ആവശ്യം. ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്കൊക്കെ പിന്നെ ബോധ്യ ആവശ്യം അറിയില്ലേ? അറിയും. അങ്ങോട്ട് മൈൻഡ് ചെയ്യണം. അങ്ങോട്ട് മൈൻഡ് ചെയ്താൽ പിന്നെ മൊത്തം സ്തോത്രം. തിരിച്ചു വരാം റോമലേഖനത്തിലേക്ക്. എന്നാൽ നാം പാപത്തിന്റെ ദാസന്മാരായിരുന്നു എങ്കിലും നമ്മെ പഠിപ്പിച്ച ഉപദേശ രൂപത്തെ ഹൃദയപൂർവ്വം അനുസരിച്ച് പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിച്ച് നീതിക്ക് ദാസന്മാരായി തീരുന്നത് കൊണ്ട് ദൈവത്തിന് സ്തോത്രം. എടുത്ത് നമ്മുടെ ജഡത്തിന്റെ ബലഹീനത നിമിത്തം ഉപദേഷ്ടാവ് മനുഷ്യരീതിയിൽ പറയുന്നു. സ്തോത്രം. ഉപദേഷ്ടാവ് അപ്പോസ്തലൻ പൗലോസ് മനുഷ്യരീതിയിൽ പറയുന്നു. നമ്മുടെ അവയവങ്ങളെ അധർമ്മത്തിനായി അശുദ്ധിക്കും അധർമ്മത്തിനും അടിമകളാക്കി സമർപ്പിക്കുന്നു. കള്ളപ്രവചനം, ഭൗതിക അനുഗ്രഹത്തിന്റെ സാക്ഷ്യം, ഭൗതിക അനുഗ്രഹത്തിനുള്ള പ്രാർത്ഥന, കർത്താവ് ചെയ്ത അത്ഭുത നീതി പ്രവൃത്തികളെ കുറിച്ചുള്ള പ്രശംസ, ഇതെല്ലാം അധർമ്മം. മത്തായി സുവിശേഷം 7 നമ്മൾ വായിച്ചിട്ടില്ലേ? അധർമ്മം പ്രവർത്തിക്കുന്നവരെ അതാണ് ഇവിടെ പറയുന്നത്. നമ്മുടെ അവയവങ്ങൾ അതിനെ അടിമപ്പെട്ടിരുന്നു. ശുശ്രൂഷകർ നമ്മൾ അങ്ങനെ ആക്കിയിട്ടില്ലേ? അവർക്ക് നമ്മൾ കണി കൊടുത്തിട്ടില്ലേ? കൊടുക്കവരെ പിന്നെ നമ്മൾ അങ്ങനെ ആക്കിയിട്ടില്ലേ? വിടുവിക്കപ്പെടണേ. അവരെ പുറകിലെ ബാധകളുണ്ട് കേട്ടോ. അതല്ല എങ്ങനെ നിരന്തരം നയിക്കും, വിടില്ല. സ്തോത്രം. എന്നെ പോലെ വിടാതെ പുറകെ പിടിക്കുന്ന കാര്യമുണ്ട്. അവിടെ നിന്നെല്ലാം തടി നിൽക്കുന്നത് അനേകർക്ക് ഇടർച്ചയായിക്കൊണ്ടിരിക്കുക. എനിക്കെന്താ പറ്റും? എനിക്ക് തടസ്സപ്പേ പറ്റുമോ? ആ ബാധകളിൽ നിന്ന് എനിക്ക് ഒഴിഞ്ഞു മാറിയേ പറ്റൂ. ആ ബാധകളിൽ നിന്ന് ഞാൻ ഒഴിഞ്ഞു മാറുന്നത് മറ്റുള്ളവർക്ക് ഇടർച്ചയെ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അവർ മനഃപൂർവ്വം അവർക്ക് ഇടർച്ചയായി മാറ്റുന്നതാ. ഞാനായിട്ട് അവർക്ക് ഇടർച്ചയാകുന്നതല്ല. എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. സ്തോത്രം. നിങ്ങളുടെ ജീവിതത്തിലും അങ്ങനെ ഇതിന്റെ പുറകിലെ ബാധകളുണ്ട്. നിരനിരയായി നിൽക്കുകയാണ്. എത്രത്തോളം നിങ്ങൾ അധർമ്മത്തിന് ദാസനായിരുന്നിട്ടുണ്ട്, അതിന് എത്രത്തോളം കാണിക കൊടുത്തിട്ടുണ്ട്, അതിന് എത്രത്തോളം സംഭാവന കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ കൊടുത്തതനുസരിച്ച് ഇതിങ്ങനെ അണിനിരക്കും. സ്തോത്രം. ഇത് പേടിക്കാനല്ല, തിരിച്ചറിവ് വരുന്ന പേടിക്കാനല്ല, ഭയപ്പെടണ്ട എന്ന് വെളിപ്പെടാൻ വേണ്ടിയാ. തിരിച്ചറിവ് ലഭിക്കുന്നത് പേടിക്കാനല്ല, ഭയപ്പെടേണ്ട എന്നുള്ള വാക്ക് കിട്ടാൻ വേണ്ടി. ഇതൊക്കെ തിരിച്ചറിവ് ഭയം വരും. നമ്മൾ ആത്മാവ് സാക്ഷ്യം പറയും, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. പ്രപഞ്ചം നോക്കേണ്ട, ഞാൻ ദൈവമായി യഹോവയാകുന്നു. ഇതിനെല്ലാം പരിഹാരമുണ്ട്. എന്റെ ഏക ജാതിയിൽ കൂടെ നിനക്ക് പരിഹാരമുണ്ട്. നീ സമ്മതിക്കണം, നീ കീഴ്പ്പെടണം, വിധേയപ്പെടണം. ഭാരപ്പെടാനല്ല, ഭാരം വരും. പക്ഷെ അതിനടുത്തേ നിൽക്കണം. പരിഹാരം ക്രിസ്തുവിനുണ്ട്. അങ്ങനെ പറഞ്ഞിട്ടില്ലേ? പരിഹാരം ക്രിസ്തുവിനുണ്ട്. ഉത്തരം ക്രിസ്തു. അവരുദ്ദേശിക്കുന്ന ഭൗതിക ഉത്തരവ് നമ്മൾ ഉദ്ദേശിക്കുന്ന ഭൗതിക ഉത്തരവല്ല, നിത്യജീവന്റെ ഉത്തരവ്. ഹല്ലേലൂയ. പരിഹാരമാണ് ഉത്തരം എന്ന് പറയുന്നത്. പാപപരിഹാരം. സ്തോത്രം. സകല ബാധകളെയും അതിജീവിച്ച് അവൻ രക്ഷ പ്രാപിക്കത്തക്കവണ്ണം ഓടുവാൻ തക്കവണ്ണമുള്ള ദൈവ സ്നേഹത്തിന്റെ ഉപദേശം വെളിപ്പെട്ട് കിട്ടും. അവിടെയാണ്, അതാണ് ഉത്തരമെന്ന് പറയുന്നത്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. നിങ്ങളുടെ ജഡത്തിന്റെ ബലഹീനത നിമിത്തം ഞാൻ മാനുഷ്യ രീതിയിൽ പറയുന്നു. നിങ്ങളുടെ
അവയവങ്ങളെ അധർമ്മത്തിനായി അശുദ്ധിക്കും അധർമ്മത്തിനും അടിമകളാക്കി സമർപ്പിച്ചു. ഓരോ ഭാഗം വായിക്കും, അത് മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കേണ്ട. അതുമായി ബന്ധപ്പെട്ട ഭാഗം ഓർമ്മയിൽ വരണം. ഓർമ്മയിൽ വരത്തക്കൊണ്ട് പരിശുദ്ധമ്മ ഇടപെടണം. ഇടപെടത്തക്കൊണ്ട് ഉപദേശത്തിന് കീഴ്പ്പെടണം. ഹല്ലേലൂയ. അങ്ങനെയൊക്കെ ആ നിയോഗത്തിലേക്ക് നമ്മൾ എത്തിച്ചേർന്നില്ലെങ്കിൽ നമ്മുടെ ബൈബിള് വായന വ്യർത്ഥം. കാരണം പലരോടും ഞാൻ വിലക്കിയിട്ടുണ്ട്, ബൈബിൾ വായിക്കരുത്. കാരണം വെറുതെ വായിക്കുന്നത്. പിന്നെ എന്ത് ചെയ്യണം? ചോദിച്ചു പഠിക്കണം. ചോദിച്ചു പഠിക്കുമ്പോൾ ആത്മാവ് ഇടപെടുമ്പോൾ വായിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട വചനങ്ങൾ ഓർമ്മയിൽ വരും. തന്റെ തെറ്റുകളെ ഗ്രഹിച്ചുകൊണ്ടിരിക്കും. തന്റെ തെറ്റുകളെ ഗ്രഹിക്കാൻ മനസ്സില്ലാത്തവർ ബൈബിളെ തുടരുന്നു. അങ്ങനെയുള്ളവർക്കുള്ളതല്ല ബൈബിള്. ദൈവത്തിൽ ആർക്കുള്ളതാ? തന്റെ തെറ്റുകളെ ഗ്രഹിക്കുന്നവർക്കുള്ളതാ. തന്റെ അശുദ്ധി മനസ്സിലാക്കുന്നവർക്കുള്ളതാ. 1 തിമോഥെയോസ് 1:5 വായിക്കുമ്പോൾ ആജ്ഞയുടെ ഉദ്ദേശമോ ശുദ്ധ ഹൃദയം, നല്ല മനസ്സാക്ഷി, നിർവ്യാജ വിശ്വാസം, എന്റെ മേലുള്ളതാകുന്ന സ്നേഹം തന്നെ. പ്രൈസിലോ ഉണ്ടോ ഇതൊക്കെ? നമ്മളുണ്ടോ? ശുദ്ധഹൃദയം ഉണ്ടോ? ആജ്ഞയുടെ ഉദ്ദേശം, ഈ ആജ്ഞകൾ വായിക്കുമ്പോൾ ശുദ്ധഹൃദയം ഉണ്ടെന്നുള്ള നിലയിലുള്ളത്. ശുദ്ധഹൃദയം ഇല്ല എന്ന് തെളിയണം. സ്തോത്രം. അടുത്ത് ശുദ്ധഹൃദയം, നല്ല മനസ്സാക്ഷി ഉണ്ടോ? ഉണ്ടെന്ന് പറഞ്ഞാൽ പോലുണ്ടോ? അപ്പൊ ഇല്ലാത്തതിന് ഇല്ല എന്ന് തെളിയിക്കുന്നു ആജ്ഞയുടെ ഉദ്ദേശം. സ്തോത്രം. അപ്പൊ ഇല്ല എന്ന് സമ്മതിക്കത്തക്ക നമ്മൾ വിനയപ്പെട്ട് കൊടുത്താൽ അത് ഇല്ലായ്മയിൽ നിന്ന് ഉള്ളതുപോലെ വിളിച്ചു വരുത്തും. അത് ദൈവത്തിന്റെ സൃഷ്ടി അങ്ങനെയാണ്. ഇല്ലായ്മയിൽ നിന്ന് എല്ലാം ഉള്ളതുപോലെ വിളിച്ചു വരുത്തി തരുന്നേ. പിന്നെ എന്തിനാ പേടിക്കുന്നത്? കുറ്റം സമ്മതിച്ചാൽ എന്തിനാ പേടിക്കാതിരിക്കുന്നു? എന്താണെന്നുണ്ടെങ്കിൽ എന്താ പേടിക്കാൻ? അതോ ഇല്ലാത്തവരോട് പേടിക്കാവുള്ളൂ. അടുത്ത് വ്യാജമില്ലാത്ത വിശ്വാസം ഉണ്ടോ? വ്യാജമില്ലാത്ത വിശ്വാസം ഉണ്ടോ? ഇല്ലെങ്കിൽ ഇല്ലാത്ത തെളിയണം. അതിനുവേണ്ടി ആക്കേണ്ട ഉദ്ദേശം ന്യായപ്രമാണമോ? അതായത് 8 ന്യായപ്രമാണമോ നീതിമാന് വേണ്ടിയുള്ളതല്ല. അധർമ്മികൾ, അവക്തർ, അനുസരണക്കേട്ടവർ, പാപികൾ, അശുദ്ധർ, ബാഹ്യന്മാർ, വിഗ്രഹന്താക്കൾ, മാതൃകന്താക്കൾ, കുലപാതകന്മാർ, ദുർനടപ്പുകാർ, പുരുഷമൈഥുനക്കാർ, നരമോഷ്ടാക്കൾ, ഭോഷ്ക് പറയുന്നവർ, കള്ളസത്യം ചെയ്യുന്നവർ എന്നീ വകക്കാർക്കും പത്യോപദേശത്തിന് വിപരീതമായ മറ്റേതിനും അത്രേ വച്ചിരിക്കുന്നു. ഏത് കുഴപ്പമുണ്ടോ ആ കുഴപ്പങ്ങളെല്ലാം വെളിപ്പെട്ട് കിട്ടാൻ വേണ്ടിയാണ് ന്യായപ്രമാണം എന്ന് ഗ്രഹിച്ചുകൊണ്ട് ന്യായോചിതമായി ഗ്രഹിച്ചാൽ ന്യായപ്രമാണം നല്ലത് തന്നെ. അല്ലാതെ ന്യായരഹിതമായി ഗ്രഹിച്ചാൽ നല്ലതല്ല. നമ്മുടെ ന്യായത്തിന് വേണ്ടി ന്യായപ്രമാണം ഗ്രഹിക്കരുത്. നമ്മുടെ കുറ്റസമ്മതത്തിന് വേണ്ടി ആയിരിക്കണം ന്യായപ്രമാണം ഗ്രഹിക്കാറുള്ളത്. അപ്പൊ ന്യായപ്രമാണം ആർക്കാ? അപ്പൊ ന്യായപ്രമാണം ഉൾക്കൊള്ളാത്ത നമ്മൾ ആരായി മാറി? നീതിമാനായി. യേശുക്രിസ്തു ഒന്നും ആരും തേടിയല്ല, നീതിമാനെ തേടിയല്ല, പാപികളെ തേടിയ വന്നത്. എന്താ പറയുക? ന്യായപ്രമാണം ഉൾക്കൊള്ളുന്നവർ തേടിയ വന്നത്. ആൾക്കാരൊക്കെ ശേഷിക്കുന്നവർ പറയുന്നത് ന്യായപ്രമാണം യഹൂദനുള്ളത്, ന്യായപ്രമാണം ഇസ്രായേലുള്ളത്. എങ്കിൽ യേശുക്രിസ്തു ഇതിനുള്ളതല്ലേ? നമുക്കുള്ളൂ. യഹൂദന് പ്രമാണമുണ്ട്, ഇസ്രായേലിന് പ്രമാണമുണ്ട്. അവർക്ക് വേണ്ടിയ ക്രിസ്തു വന്നത്. ഇപ്പൊ ക്രിസ്തു നമ്മളിലേക്ക് എന്ന പ്രമാണം ഇല്ലാതെയാണോ? പ്രമാണം അവർക്ക് മുൻപേ കൊടുത്ത് ക്രിസ്തു പുറകിൽ വന്നു. ക്രിസ്തു നമ്മളിലേക്ക് വരുന്നതിന് മുൻപ് നമ്മളുടെ പ്രമാണം വരണം. പ്രമാണം വന്നില്ലെങ്കിൽ നമ്മളിൽ വരുന്ന ക്രിസ്തു അല്ല. പിന്നെ ഏത് ക്രിസ്തു? പ്രമാണമില്ലാതെ നമ്മളിലെ ക്രിസ്തു വന്നാൽ അത് ക്രിസ്തു അല്ല വരുന്നത്. ഏതൊരു ക്രിസ്തുവാണ്? ക്രിസ്തു വരണമെങ്കിൽ ഒന്നാം പ്രമാണം വരണം. കാരണം പ്രമാണത്തിന്റെ അകത്താണ് ക്രിസ്തു ഇരിക്കുന്നത്. പ്രമാണം ഇല്ലാതെ എന്നിൽ ക്രിസ്തു വന്നാൽ ഏത് ക്രിസ്തുവായിരുന്നു? ഏത് ക്രിസ്തുവായിരുന്നു? ഏത് ക്രിസ്തുവായിരുന്നു? ദൈവത്തിന്റെ പ്രമാണത്തിന്റെ ഉള്ളിലാണ് ക്രിസ്തു. ആ പ്രമാണം എന്നിൽ വന്നില്ല. ക്രിസ്തു എന്നിൽ വന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഏത് ക്രിസ്തു വന്നു? ബർത്ത്
ക്രിസ്തു വന്നു, വേറെ യേശു. വേറൊരു ക്രിസ്തു വന്നു, വേറൊരു സുവിശേഷം വന്നു. ഹല്ലേലൂയ. ശേഷിക്കുന്ന സ്റ്റേജുകളിൽ പ്രസംഗിക്കപ്പെടുന്നതല്ല അധികവും മറ്റൊരു ക്രിസ്തുവിനെയാണ്, യേശുവിനെയാണ്, എതിർ ക്രിസ്തുവിനെയാണ്. ആ ക്രിസ്തുവിന്റെ നാമത്തിലാണ് സ്നാനപ്പെടുന്നത്. കർത്തവ്യ ശൈലികൾ എല്ലാം ഗംഭീരമാണ്. അധികവും എന്നാണ് പറയുന്നത് ശോധനയാണ്. എല്ലാമല്ല അധികവും. ഈ എതിർ ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നവന് പെന്തക്കോസ് എന്ന് പറഞ്ഞാൽ തുള്ളിച്ചാണ്. പെന്തക്കോസ് എന്ന് പറഞ്ഞാൽ തുള്ളിച്ചാണ്. പെന്തക്കോസ് ആയില്ല. പെന്തക്കോസിന് ഉപദേശമുണ്ട്, പെന്തക്കോസിന് അനുഭവമുണ്ട്. ആ ഉപദേശമില്ലാത്തവർക്ക് അനുഭവം ഇല്ല. ഉപദേശം ഉണ്ടോ അനുഭവമുണ്ട്, ഉപദേശം ഇല്ലയോ അനുഭവം ഇല്ല. അനുഭവം ഇല്ലെങ്കിൽ പെന്തക്കോസം അല്ല, നീ കള്ളപ്പെന്തക്കോസാ. കള്ളപ്പെന്തക്കോസ് നമ്മളെ കൂട്ടാളിയാകരുത്. പെന്തക്കോസ് എന്ന് പറയുന്നത് ദൈവത്തോടു കൂടിയുള്ള പ്രത്യേക അനുഭവമാണ്. സ്വന്തം പ്രത്യേക ശബദാണ്, പ്രത്യേക സ്വസ്ഥതയാണ്, ദൈവത്തിന്റെ സമയമാണത്. സ്വന്തം പെന്തക്കോസ് നാൾ വന്നപ്പോൾ എന്ത് സംഭവിച്ചു? പരിശുദ്ധാത്മാവ് ഇറങ്ങിയില്ലേ? പെന്തക്കോസ് എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവുണ്ട്. പരിശുദ്ധാത്മ ഇറങ്ങിയതോടുകൂടി അവർക്ക് ഉപദേശം കിട്ടിയില്ലേ? പെന്തക്കോസ് എന്ന് പറയുന്ന ഉപദേശമുണ്ട്. ഉപദേശം ഇല്ലാത്ത പെന്തക്കോസ് അല്ല. അപ്പോഴപ്പോഴെ കണ്ടതുപോലെ ജീവിക്കുന്ന പെന്തക്കോസ് അല്ല. ഇതെല്ലാം കർക്കശമായി ഗ്രഹിച്ചറിയാൻ തക്കവണ്ണമുള്ള സൂചനകൾ മാത്രമാണ് ഇത് കിട്ടുന്നത്. നിങ്ങൾക്ക് മാത്രമല്ല, എനിക്ക് വെറും സൂചനകൾ മാത്രമാണ്, കൈശൂണ്ട് മാത്രമാണില്ല. നമ്മ ഈ നാം കേൾക്കുന്ന സാക്ഷ്യ ഉപദേശമല്ല, ഉപദേശത്തിലേക്കുള്ള ചൂണ്ടുമലയാണ്. ഹല്ലേലൂയ. ഇതുപോലും യഥാർത്ഥ ഉപദേശമല്ല, യഥാർത്ഥ ഉപദേശത്തിലേക്കുള്ള ചൂണ്ടുമലയാണിത്. അങ്ങനെയാണ് മറ്റുള്ളവോ എന്തെങ്കിലാണോ? ഇതൊക്കെ മനസ്സിലാക്കി തരാൻ വേണ്ടിയാണ് കർത്താവ് യേശു ക്രിസ്തുവിനെ മുദ്രയിട്ട് വെച്ചിരിക്കുന്നത്. ആ യേശു ക്രിസ്തുവാണ് പിതാവിന്റെ അടുക്കൽ പോയി പരിശുദ്ധാത്മാവിനെ ഇങ്ങോട്ട് അയച്ചത്. നമ്മെ മുദ്രയിടാൻ, രക്തത്താൽ മുദ്രയിടാനല്ല, നമ്മെ പരിശുദ്ധാത്മാവിനെ മുദ്രയിടാൻ. ദൈവത്തിന്റെ ന്യായപ്രമാണത്തെ ഉപേക്ഷിച്ചാൽ പരിശുദ്ധാത്മാവിനെ മുദ്ര ലഭിക്കില്ല. പരിശുദ്ധാത്മാവിന് മുദ്ര ലഭിക്കാത്തതൊന്നും ഗ്രഹിക്കാൻ കഴിയില്ല. ഇത് ഗ്രഹിക്കാൻ മനസ്സുണ്ടോ? ഗ്രഹിച്ചു തുടങ്ങും. ഗ്രഹിച്ചു തുടങ്ങിയാൽ ഗ്രഹിച്ചു തുടങ്ങുന്നതനുസരിച്ച് മുദ്ര വീണുകൊണ്ടിരിക്കും. അധികം ഗ്രഹിച്ചാൽ മുദ്ര ഉറച്ചുകൊണ്ടിരിക്കും. പിന്മാറി പോയാൽ മുദ്ര അഴിഞ്ഞുകൊണ്ടിരിക്കും. ഇതൊക്കെ വളരെ ഉൾക്കാഴ്ചയോടുകൂടെ, വളരെ സമർപ്പണത്തോടുകൂടെ, വളരെ പ്രതിഷ്ഠയോടുകൂടെ കർത്താവേ ഞാൻ ഒന്നുമല്ല, അങ്ങാണ് എല്ലാമെന്ന് സമ്മതിച്ച് വിനയപ്പെട്ട് സഹോദര പ്രീതിയോടുകൂടെ, അതിന്റെ സൽക്കാരത്തോടുകൂടെ എനിക്ക് ജീവിക്കണം കർത്താവേ, എനിക്ക് ജീവിക്കുന്ന ഞാനല്ല, ആമേ അങ്ങയുടെ ജനത്തോടുകൂടി കഷ്ടതകൾ എടുക്കുവാൻ ഞാൻ ഉറപ്പാണ്, ഞാൻ തയ്യാറാണ്, ഞാൻ എന്നെ തന്നെ വിനയപ്പെടുത്തുന്നു, സമർപ്പിക്കുന്നു, അതിനുവേണ്ടി കർത്താവ് എന്നെ ഏൽപ്പിക്കുന്നു എന്നൊക്കെ സ്വയം സമ്മതിച്ച് താഴ്ന്നവർക്ക് വേണ്ടിയുള്ളതാണ് ഉപദേശം. ഹല്ലേലൂയ. സ്വതന്ത്രം. നാട്ടുകാരെ കണ്ട അവരോട് ചേരും, ദൈവജനത്തെ കണ്ട ചേരില്ല. അതല്ലോ ക്രിസ്ത്യൻ ജീവിതം. നാട്ടുകാരെ കണ്ട ചേർന്നില്ലെങ്കിൽ സമസഹോദരങ്ങളെ കണ്ട ഒത്തുചേർന്നു. സ്തോത്രം. അതിന് യോഗ്യമ്മ പിത മുന്നേറിയില്ല എങ്കിൽ ആമേ യേശു ക്രിസ്തുവിനെ പിതാവതയെ മുദ്രയിട്ടിരിക്കുന്നതിന്റെ കാര്യമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല, ഗ്രഹിക്കാൻ കഴിയില്ല. പകരം നമുക്ക് ഇഷ്ടപ്രകാരമുള്ള കാര്യങ്ങൾക്ക് വേണ്ടി യേശുവിനെ കർത്താവെ എന്ന് വിളിച്ചതാണ്. അത് യേശു ക്രിസ്തുവിനെ അല്ല വിളിക്കുന്നത്, വേറെ കർത്താക്കന്മാരെയാണ് എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ട് ജീവിതത്തിൽ ക്രമീകരിപ്പാൻ ഈ നാളിലും ദൈവം ഭാഗ്യത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്തുകൊണ്ട് നമുക്ക് എല്ലാവർക്കും എഴുന്നേൽക്കാൻ പ്രാർത്ഥിക്കാം.